ചുവരുകൾക്കുള്ളിൽ നിലനിൽക്കുന്ന വിഭാഗീയ ചിന്തകൾ പാർട്ടി നേതൃത്വത്തെ കുറച്ചൊന്നുമല്ല കുഴപ്പത്തിലാക്കുന്നത്. തമ്മിലടിയും തൊഴുത്തിൽ കുത്തുമെല്ലാം മുൻപ് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ ഇന്നത് തെരുവിലേക്ക് എത്തി നിൽക്കുകയാണ്. അണികൾക്കിടയിലെ ഈ വിഭാഗീയത സർക്കാരിനെ ദോഷകരമായി ബാധിക്കുന്നുമുണ്ട്. ആലപ്പുഴയിൽ ജില്ലാ പ്രതിനിധി സമ്മേളനത്തിലെത്തിയ പ്രതിനിധികൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ല എന്നാണ് ആ ഒരു മുന്നറിയിപ്പ്. വോട്ട് ചോർച്ചയിൽ സംഘടനാപരമായ പരിശോധന നടന്നില്ലെന്നും പിണറായി വിമർശിച്ചു. വലതുപക്ഷ മാധ്യമങ്ങളെ പ്രതിരോധിക്കാൻ ദേശാഭിമാനിയുടെ പ്രചാരണം ഊർജിതമാക്കണമെന്നും പ്രതിനിധികളോട് പിണറായി ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഭാഗീയത നടത്തുന്നവർക്ക് ഏതെങ്കിലും നേതാവിന്റെ പിന്തുണ കിട്ടും എന്നൊരു കണക്കുകൂട്ടലുണ്ട്. ഇവർ നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചുപിടിക്കാൻ ശക്തമായി പ്രവർത്തിക്കേണ്ട സമയത്താണ് ഇത്തരത്തിൽ വിഭാഗീയത വെച്ചു പുലർത്തുന്നത് എന്ന് ഓർക്കണം. തിരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ചയിൽ താഴെത്തട്ടു മുതലുള്ള പാർട്ടി ഘടകങ്ങളിൽ പരിശോധന നടത്താത്തതിലെ അതൃപ്തിയും പിണറായി സമ്മേളനത്തിൽ പങ്കുവച്ചിരുന്നു. ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികളോട് മാത്രമായി സംസാരിക്കുമ്പോഴാണ് വിഭാഗീയതയിലും വോട്ട് ചോർച്ചയിലുമുള്ള അതൃപ്തി പിണറായി പ്രകടിപ്പിച്ചത്. വിഭാഗീയതയുടെ തുരുത്തുകൾ ആലപ്പുഴ ജില്ലയിൽ ഇനിയും അവശേഷിക്കുന്നു എന്ന പരാമർശം എറണാകുളത്തെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളന റിപ്പോർട്ടിലും ഉണ്ടായിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും അതിപ്പോഴും തുടരുകയാണ്. ആശയപരമായ ഭിന്നതകളേക്കാൾ നേതാക്കളുടെ പേരിൽ അറിയപ്പെടുന്ന ഗ്രൂപ്പുകളാണ് ആലപ്പുഴയിൽ CPM വിഭാഗീയതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിഭാഗീയ പ്രവർത്തനം നടത്തുന്നവർക്ക് ഏതെങ്കിലും നേതാക്കളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് കരുതരുതെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. വോട്ട് ചോർച്ചയെ സംബന്ധിച്ച് ഒരു പരിശോധന ബ്രാഞ്ച് മുതലുള്ള ഘടകങ്ങളിൽ നടത്താത്തതിലുള്ള അതൃപ്തിയും പിണറായി മറച്ചുവെച്ചില്ല. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഹരിപ്പാടാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G വേണുഗോപാൽ പതാക ഉയർത്തി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഴുവൻ സമയവും പങ്കെടുക്കും. 46 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 18 ഏരിയകളിൽ നിന്നും 407 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസ് ബ്രാഞ്ച് അംഗമായ മുതിർന്ന നേതാവ് G സുധാകരൻ ഇത്തവണ ജില്ലാ സമ്മേളന പ്രതിനിധി അല്ല. പേടിയോ? എനിക്കോ ചിരി പുളിക്കും. എപ്പോ നോക്കിയാലും തമ്മിത്തല്ലേ തന്നെയാ. വാ വന്ന് കഴിക്ക്. ദാ നല്ല പുളിയുള്ള തൈര് കൊണ്ടുള്ള പുളിശ്ശേരിയും നിനക്ക് നല്ല പുളിയില്ലാത്ത തൈര് കൊണ്ടുള്ള പച്ചടിയും. നീയാ ഇവരെ വഷളാക്കുന്നത്. പിള്ളേരല്ലേ. 4 വ്യത്യസ്ത രുചികളിലായി തൈര് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. ഇനി തൈരിൽ മതി പുളിയും പുളിയില്ലാത്തത്. കേട്ടല്ലോ? മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.